2 നമ്പർ റോഡിൽ ട്രാഫിക്കിൽ പെട്ട് കിടക്കുക. ഇത് കണ്ട വണ്ടികൾ നേരന്ന് കിടക്കണം. എൻ്റെ 2 ലൈനാണ് കേട്ടോ, 2 ലൈനിൽ നിറഞ്ഞ് കിടക്കും. ഇവിടെ ഈ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റുമോ? 2 ലൈൻ നിറഞ്ഞ് കിടക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസ് താഴ്ത്താൻ പറ്റും, ക്ലിയർ ഇട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട്. അടിപൊളി ട്രാഫിക്ക്. ഇതാണ് അവസ്ഥ ട്രാഫിക്ക്. പിന്നെ ഈ ട്രാഫിക്ക് എന്തായാലും ട്രാഫിക്കല്ലേ. അപ്പം ഞാൻ വിചാരിച്ച് നമുക്കിവിടെ ലൈസൻസ് എടുക്കാനായിട്ട് എന്തൊക്കെയാണ് പേപ്പർ ആവശ്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോളണ്ടിൽ ഇന്ത്യൻ എംബസിയിൽ നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുക്കണം ലൈസൻസ് എടുക്കാനായിട്ട്. അത് ഗൂഗിളിൽ കയറിയിട്ട് എംബസി ഓഫ് പോളണ്ട് വാർസോ എന്ന് അടിക്കുമ്പോഴത്തേക്ക് അത് വരും. അപ്പോൾ അതിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റും. ഏത് ദിവസത്തേക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സമയം വെച്ചിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കൊടുത്തിട്ട് ഡേറ്റ്, പിന്നെ നമ്മുടെ പാസ്പോർട്ടിലുള്ള കണക്ക് തന്നെ നമ്മുടെ പേര്, ഫോൺ നമ്പർ, മെയിൽ ID ഒക്കെ വെച്ചും കൊണ്ട് അപ്പോയിൻമെൻ്റ് എടുക്കുക. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അത് പോയി കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ നമ്മൾ ചെല്ലുന്നു, ഇത് കൊടുക്കുന്നു. 4 മണിക്കാണ് അവർ അത് കളക്ഷൻ ടൈം വെച്ചിരിക്കണം, 4 to 5. അപ്പോൾ അതുവരെ അടുത്തുള്ള പാർക്കിലൊക്കെ പോയിരുന്ന സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളഞ്ഞ് എന്ത് ചെയ്യണം, അതിനകത്ത് 110 രൂപ അടയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പോയി അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുക. രണ്ടാമത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഈ ലൈസൻസ് സർട്ടിഫിക്കറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മേടിക്കണം. പിന്നെ ചില സമയങ്ങളിൽ അവർ IDP ട്രാൻസ്ലേറ്റ് ചെയ്തത് ചോദിക്കും, ചിലപ്പോൾ ചോദിക്കത്തുമില്ല. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ IDP ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു 120 സ്ലോട്ടി അടുപ്പിച്ച് അതിന് ആവശ്യം വരും. അപ്പോൾ അത് നോക്കുക, നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ IDP പിന്നെ ചെയ്യുക, അവർ ചോദിക്കുകയാണെങ്കിൽ പോയി ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ അത് ആയി. പിന്നെ വേണ്ടിയ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്ത് വയ്ക്കുക, ബാക്ക് ഫ്രണ്ട്. വിസ പേജ് ആണെന്നുണ്ടെങ്കിൽ അത്, TRC ആകുന്നതിന് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ വിസ പേജ് വാലിഡ് ആണല്ലോ 6 മാസം കഴിഞ്ഞാലും അതിൻ്റെ പേജ്. TRC കിട്ടിക്കഴിഞ്ഞാൽ TRCയുടെ വേണം. കോഡ് 95ൻ്റെ ഫ്രണ്ടും ബാക്കും കോപ്പി. പിന്നെ നമുക്ക് അക്കോമഡേഷൻ ലെറ്റർ വേണം. അക്കോമഡേഷൻ ലെറ്റർ നിങ്ങളുടെ നാട്ടിൽ VFS കൊടുക്കൂലേ, ആ ഒരു അതിനകത്ത് അക്കോമഡേഷൻ ലെറ്റർ ഉണ്ട്. ആ അക്കോമഡേഷൻ ലെറ്ററാണ് ഞാൻ അവിടെ കൊടുത്തത് കേട്ടോ. അതിൻ്റെ മേലും ബോംബെയിലത്തേക്കുള്ളതായിട്ട് ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്ത് അത് മാറ്റിയിട്ട് വേറെ പ്രിൻ്റ് അടിച്ച് എടുത്താൽ മതി. അപ്പോൾ അവരെ ഒറിജിനൽ ചോദിക്കാൻ പറയണം, ഒറിജിനൽ കമ്പനി തന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ഒരു അക്കോമഡേഷൻ ലെറ്റർ അവർക്ക് കണ്ടാൽ മാത്രം മതി. അപ്പോൾ അതൊരെണ്ണം അക്കോമഡേഷൻ ലെറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോപ്പികളെല്ലാം കൂടെ എടുത്ത് എല്ലാം കൂടെ ആയിട്ട് എവിടെ പോകണം, പോസ്റ്റ്മാനിൽ ഈ PKക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ലൈസൻസ് ഇത് ഓപ്പൺ ചെയ്യാനാണെന്ന്, PKക്ക് ഓപ്പൺ ചെയ്യാനാണെന്ന് പറയുമ്പോഴത്തേക്ക് അവരവിടെ നിന്ന് ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്പർ തരും. ആ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുക. കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെയും 100 ചില്ലറ രൂപ അവിടെയും അടയ്ക്കണം കേട്ടോ. പിന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യണതിന് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അത് എനിക്ക് തോന്നണം ഒരു 150 അങ്ങനെ എന്തൊക്കെ അങ്ങോട്ടേ അതാവുമെന്ന് തോന്നണം. അപ്പോൾ ഇത് എക്സാം എഴുതി എടുക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ.
പിന്നെ ഇത് കണക്ക് തന്നെ നമ്മുടെ ഇതുണ്ട്, മെഡിക്കൽ പേപ്പറുണ്ട്. ആ മെഡിക്കൽ പേപ്പറും കൂടെ അവിടെ കാണിക്കേണ്ടി വരും. അതിൻ്റെയും ഓരോ കോപ്പികൾ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഒറിജിനൽ അവരാവശ്യമുള്ള ഒറിജിനൽ എടുക്കും, ബാക്കിയുള്ളത് നമുക്ക് തിരിച്ച് തരും. കോഡ് 95 ഒറിജിനലെല്ലാം അവർ മേടിച്ച് നോക്കിയിട്ട് തിരിച്ച് തരും, ഇന്ത്യൻ ലൈസൻസും. അത് കഴിഞ്ഞിട്ട് അവർ PKക്ക് ഓപ്പൺ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വേഡിൽ, ഞാൻ പോസ്റ്റ്ഗ്രാം വേഡിലാണ് പോയിട്ട് എക്സാം എഴുതിയത്. അപ്പോൾ അവിടെ പോയി നമ്മൾ എക്സാമിൻ്റെ ഡേറ്റ് എടുക്കുക. 55-60 സ്ലോട്ടിക്കകത്ത് വരും ഒരു ഡേറ്റിന്. കാറിന് B, ട്രെയിലറിൻ്റെ C, മറ്റേത് D, അങ്ങനെ 3 എണ്ണമാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമ്മളിത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് പഠിക്കണം. ആപ്പ് സംഭവം എന്ന് പറയുന്നത് പോളണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്ന ആപ്പിലൂടെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ വേറൊരു ആപ്പുണ്ട്, അതിൻ്റെ പേര് എന്തോ ഒരു ജാഡോയാ അങ്ങനെ എന്തോ ഒരു പേരാണ്, അത് മറന്നുപോയി. അപ്പോൾ അത് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളുടെ ലൊക്കേഷനും നമ്മളവിടെയൊക്കെ ഈ ടാക്സിക്കാർക്ക് അറിയാം. എല്ലാന്നുണ്ടെങ്കിൽ എന്നെ അറിയാമെന്നുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അത്, എൻ്റെ കയ്യിലില്ല സത്യം പറഞ്ഞാൽ, അത് ഞാൻ ഒപ്പിച്ച് തരാം. നമ്മൾ ആ റൂമിൽ ജിബിക്ക് അറിയാം, അവൻ ടാക്സി ഓടുക. അപ്പോൾ അവൻ ആ ലൊക്കേഷൻ അയച്ചു തരും, നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇത് പഠിച്ച് ഫുള്ള് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ആദ്യം ഒന്ന് നോക്കിയതിന് ശേഷമേ നിങ്ങൾ എക്സാം അടിച്ച് പഠിക്കാവൂ. ആദ്യമേ എക്സാം അടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ തോറ്റിട്ട് നിങ്ങൾക്ക് ഭ്രാന്താവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺവെർട്ട് ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പേപ്പറെല്ലാം മേടിക്കണം, കൺവെർട്ട് ചെയ്ത് എല്ലാം മേടിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് 3500 രൂപയാണ് ഇപ്പോൾ സിബിച്ചേട്ടനൊക്കെ കൊടുത്ത്, എൻ്റെ കൂടെ വന്ന സിബിച്ചേട്ടനൊക്കെ 3500 രൂപ കൊടുത്തിട്ടാണ് കൺവെർട്ട് ചെയ്ത് മേടിച്ചത്. അപ്പോൾ അങ്ങനെ മേടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ, എക്സാം എഴുതാണ്ട് അങ്ങനെ മേടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ മേടിക്കാം. ഇപ്പോൾ ജലാലിക്കായും സായിച്ചേട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഇതുവരെക്കാരും കിട്ടിയിട്ടില്ല. ജിനുവിനും സിബിച്ചേട്ടനും കിട്ടി. അപ്പോഴത്തേക്കും നമ്മളെ ലൈസൻസിൽ എല്ലാം കിട്ടും, ബൈക്ക് കിട്ടും. നമ്മളെ ലൈസൻസിലുള്ള എല്ലാ ഐറ്റവും അവർ അടിച്ച് കൺവെർട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ കൺവെർട്ടായിട്ട് ആഡായിട്ട് വരും. എക്സാം എഴുതുമ്പോൾ നമ്മൾ എക്സാം എഴുതിയത് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ അപ്പോൾ നല്ല പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകുന്ന എക്സ്പെൻസ് എന്ന് പറയണത്, നമ്മൾ ലൈസൻസിൻ്റെ അവിടെ 110 ആവും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടിക്കൂലി ചിലവെന്ന് പറയണത് ഒരു 150 രൂപ അതാവും. പിന്നെ ട്രാൻസ്ലേറ്റിങ്ങിന് കൊടുക്കുന്നത് ഒരു 150 കൂട്ട്, അങ്ങനെ അതാവും. അപ്പോൾ തന്നെ 300, 400, 410 പിന്നെ അത് കഴിഞ്ഞിട്ട് PKക്ക് ഓപ്പൺ ആക്കാൻ അവിടെ ഒരു 110, 400, അപ്പോൾ 520 അത് കഴിഞ്ഞിട്ട് ഓരോ എക്സാമിനും 55 അല്ലെങ്കിൽ 60 സ്ലോട്ട്. അപ്പോൾ 3 എക്സാം ഫസ്റ്റിൽ തന്നെ കിട്ടുകയാണെങ്കിൽ 180. അപ്പോൾ എത്രയായി, 500 എത്രയാണ് കൂട്ടിയത്, 570. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 180, 570 ആണെങ്കിൽ 600, 750, 750. പിന്നെ ഈ എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ അങ്ങോട്ടുള്ള ബസ് കൂലി, പിന്നെ നമ്മൾ ഇറങ്ങി നിന്നാണ് എഴുതാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ വണ്ടിയിൽ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മറ്റേതാകുമ്പോൾ ഒന്നും അറിയണ്ട, ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുക. 2 മാസം കഴിയുമ്പോഴത്തേക്ക് ലൈസൻസ് ആകുമ്പോൾ അവർ വന്ന് പറയും. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പോയി കളക്ട് ചെയ്യുക. അതിനും എങ്ങനെയായിരുന്നാലും ചിലവ് 3500 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ അത്രയും ദൂരമൊക്കെ പോയി അത് കൊടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ എന്തോ ഒരു NOC സൈൻ ചെയ്ത് കൊടുക്കേണ്ട എന്തൊക്കെ ഉണ്ട് കേട്ടോ, അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അത് എനിക്ക് അത്ര ക്ലാരിറ്റി ആയിട്ട് അറിയത്തില്ല. എങ്ങനെ പോയാലും 4-4.5 രൂപയൊക്കെ ആവും ലൈസൻസ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക്. ഇനി അവർ ഓരോ ഏജൻറ്റുമാരല്ലേ, മലയാളികളാണ്, അവരിനി ഓരോന്ന് കൂട്ടുന്നോ ഇല്ല എന്നൊന്നും എനിക്കറിയത്തില്ല. സിബിച്ചേട്ടനൊക്കെ കൊടുത്ത മുബാറക്ക് എന്ന് പറയുന്ന ആളുടെ കയ്യിലാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് ആളുടെ നമ്പരൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവരാദ്യം കൊണ്ടുവന്ന് വേറൊരാളെ കൊടുത്തു, നടന്നേന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ലൈസൻസ് എക്സാം എഴുതിയെടുക്കാൻ. ആരെങ്കിലും കൊണ്ടുകൊടുത്ത് തട്ടിപ്പും വെട്ടിപ്പുമായി നല്ല ഉടായ്പ ലൈസൻസൊക്കെ ആണെങ്കിൽ അതൊക്കെ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എക്സാം എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു.
നമ്മൾ ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ലല്ലോ, കണ്ടിന്യൂ ഇവിടെ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ജെനുവിനായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റോ വണ്ടി ഫീൽഡല്ലേ, തട്ടുമുട്ടും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും. അങ്ങനെ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ ജെനുവിനായിട്ടല്ല, എൻ്റെ ഹിസ്റ്ററി വല്ലതും ചോദിച്ചാലോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഇപ്പോൾ എക്സാം എഴുതിയതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെടുത്തത്. അപ്പോൾ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് കണക്ക് കൺവെർട്ട് ചെയ്തെടുക്കാം, പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇഷ്ടംപോലെ ആൾക്കാർ കൺവെർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഓർമ്മ അറിയണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു.